വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാനില സ്പോഞ്ച്. അപ്പം ഒരുപാട് പേർ റിക്വസ്റ്റ് ഉള്ള ഒരു സ്പോഞ്ചാണ് വാനില സ്പോഞ്ച്. എങ്ങനെയാണ് നല്ലൊരു വാനില സ്പോഞ്ച് ഉണ്ടാക്കുന്നത് ഒരുപാട് പേർ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം അത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു സ്പോഞ്ച് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ഫെയിലിയർ ഇല്ലാതെ ഒരു വാനില സ്പോഞ്ച് ബേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ വീഡിയോസ് കാണുമ്പോഴത്തേനും എല്ലാവരും ബാക്ക് സൈഡ് കാണിക്കും, കേക്കിൻ്റെ മുകൾ ഭാഗം ഒരു കാരണവശാലും ആരും കാണിക്കില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ബേക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇറക്കി കഴിയുമ്പോഴത്തേന് അത് താന്നു പോവും, അതുപോലെ തന്നെ സൈഡ് സ്ട്രിങ്ക് ആവും. അപ്പോൾ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് സൈഡാണ് കാണിക്കുന്നത്. നമ്മളങ്ങനെയല്ല, കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരും മുകൾ സൈഡും അതുപോലെ തന്നെ താഴത്തെ സൈഡും എങ്ങനെയാണ് ഒരു വാനില സ്പോഞ്ചിന് ഇരിക്കേണ്ടതെന്നുള്ളത്. അപ്പം here is the recipe. Let's go to the bake shop. ആദ്യമേ തന്നെ നമ്മുടെ 4 മുട്ടയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം, യോക്കും വൈറ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതിന് ഞാൻ ചെയ്യുന്നത് ഒരു ബോളിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മുട്ടയുടെ യോക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം, നമ്മൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേന് എഗ്ഗിന് 3 ടൈപ്പ് എഗ്ഗ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്. നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്ട്രാ ലാർജ് എഗ്ഗാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ്ട്രാ ലാർജ് എഗ്ഗ്. ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് വൈറ്റ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതോടെ കുറേശ്ശെ നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, നമ്മൾ വിപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന മെറൈന് പറയുന്ന പേര് ഫ്രഞ്ച് മെറൈൻ എന്നാണ് കേട്ടോ. ഫ്രഞ്ച് മെറൈനാണ് കൂടുതലും നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കുറേശ്ശെ നമ്മൾ ഷുഗർ ആഡ് ചെയ്തില്ല എങ്കിൽ അത് ഒരിക്കലും നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ ഒരുമിച്ച് ആഡ് ചെയ്യുവാണെങ്കിൽ അത് ലിക്വിഡായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. മെറൈനാണ് ഈ സ്പോഞ്ചിൻ്റെ കൃത്യമായിട്ടുള്ള സോഫ്റ്റ്നെസ് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് തന്നെ വിപ്പ് ചേർക്കണം, അതാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് മുട്ട ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് മുട്ടയുടെ സ്മെല്ല് വരുന്നുള്ളത്. അത് ശാശ്വതമായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ വാനില ബിന്നാണ് ഉപയോഗിക്കുന്നത്. ഒരു എസൻസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വാനില ബിന്ന്, നാച്ചുറലായിട്ടുള്ള വാനില ബിന്ന്, അതിൻ്റെ അകത്തെ സീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. വാനില ബിൻ ഇടുന്നത് കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് വാനില എസൻസിൻ്റെ ആവശ്യമേ ഇല്ല. വാനില ബിന്ന് കിട്ടാത്തവരാണ് സാധാരണ വാനില എസൻസോ എക്സ്ട്രാക്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാനില ബിന്ന് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ റെസിപ്പിയിൽ എല്ലാവരും അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ യോക്കും 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡൊക്കെ നന്നായിട്ടൊന്ന് വടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവറോട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രെയിൻ ചെയ്തേ ഉള്ളൂ ഫ്ലവർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മുടെ ഓയിലൂടെ പയ്യെ അതിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഫ്ലവർ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു കാരണവശാലും ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല. അതിന് കാരണം നമ്മൾ വിപ്പ് ചെയ്ത് പൊക്കിയ മെറൈൻ താന്നു പോകും. അത് താന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഫെയിലിയർ ആവും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല. കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ. വനില സ്പോഞ്ചിൻ്റെ ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു 8 ഇഞ്ച് മോഡിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം ഏകദേശം ഒരു 165 ഡിഗ്രിയിൽ ഒരു 50-60 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. വെയിറ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഓവനിലോട്ട് പോവാം. ഓവനിലോട്ട് ബേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു സ്ക്വയർ ട്രേയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാൻ. അതിന് കാരണം എന്ന് വെച്ചാൽ ആ ഓവൻ പ്രീ ഹീറ്റ് ആവുന്ന സമയത്ത് ആ വെള്ളം ചെറുതായിട്ട് ചൂടാവും. അപ്പോൾ അതിൻ്റെ സ്റ്റീം പൊങ്ങാൻ തുടങ്ങും. ആ സ്റ്റീമാണ് നമ്മുടെ സൈഡിലെ കേക്കിൻ്റെ സൈഡും അതുപോലെ മോള് ഭാഗം സ്റ്റേബിളായിട്ട് നിർത്തുന്നത്. കാരണം നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേന് ആ കേക്കിൻ്റെ സ്പോഞ്ചിൻ്റെ അകത്തുള്ള, അതായത് ആ ബാറ്ററിൻ്റെ അകത്തുള്ള വെള്ളം എവാപ്പറേറ്റ് ആയി പോകും. അങ്ങനെയാണ് നമ്മുടെ കേക്ക് ഷ്രിങ്ക് ആവുന്നത്. നല്ല വെറ്റായിട്ടുള്ളൊരു സ്പോഞ്ച് കിട്ടണമെങ്കിൽ വാട്ടർ ബാത്ത്, സ്റ്റീമുള്ള വാട്ടർ ബാത്തിൽ ബേക്ക് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് നമുക്ക് കിട്ടും. വാനില സ്പോഞ്ച് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോൾഡിൽ നിന്ന് നമ്മൾ ഡീമോൾഡ് ചെയ്ത് മാറ്റണം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മോൾഡിൽ നമ്മൾ സ്പോഞ്ച് വെക്കുകയാണെങ്കിൽ അത് പനിക്കും. സൈഡ് പനിച്ച് കഴിയുമ്പോഴത്തേന് അകത്തോട്ട് ഷ്രിങ്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റണം വാനില സ്പോഞ്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ നല്ലൊരു വാനില സ്പോഞ്ച് പെർഫെക്ഷനോടുകൂടി എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഒരു ബേക്കേഴ്സിൻ്റെയും റെസിപ്പി മോശമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എങ്ങനെയാണ്, നമ്മുടെ ബേക്കിംഗ് ടെക്നിക്സ് അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു സ്പോഞ്ച് നന്നാവുന്നതും ചീത്തയാകുന്നതും. ഇന്ന് എൻ്റെ ഒരുപാട് പ്രശ്നമാണ് എൻ്റെ തൊണ്ടയ്ക്ക്. കാരണം നല്ല പനിയായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ അതെല്ലാവരും അങ്ങ് ക്ഷമിച്ചേക്കുക. താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ വെബ്സൈറ്റിൽ ഫോറം എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. നിങ്ങൾക്ക് ജെന്യുവനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കമൻ്റായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം see you next time.